ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാദീസ് കോർണർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ക്രിസ്പി ചിക്കൻ ബർഗറാണ്. അപ്പോൾ ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഇതൊരുപാട് ഇഷ്ടമായിരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് വീഡിയോക്ക് താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും അമർത്തുക. ഒരു മിക്സിയുടെ ജാറെടുത്ത് ഏകദേശം 250 ഗ്രാം ചിക്കൻ ഉണ്ടാവും. എല്ലില്ലാത്ത കഷ്ണം എടുത്ത് മിക്സിയുടെ ജാറിൽ ഇടുക. പിന്നെ ഒരു മുട്ട, ഒരു സവാള ചേർത്തിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പാറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി ഇവ ചേർത്ത് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുകൊണ്ട് പാറ്റീസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതുപോലെ വട്ടത്തിൽ പാറ്റീസ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം ഉണ്ടാക്കാൻ. അങ്ങനെ എല്ലാ പാറ്റീസും നമുക്ക് തയ്യാറാക്കാം. ഇത് ഏകദേശം 4 ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളത്. 250 ഗ്രാം ചിക്കനുണ്ട്. 250 ഗ്രാം ഇല്ല, ഏകദേശം 250 ഗ്രാമുള്ളൂ. ഇനി ഇതിങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. അതൊന്ന് ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട്ലറ്റിന് ചെയ്യുന്ന പോലെ മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓരോ പാറ്റീസും ആദ്യം മുട്ടയിൽ മുക്കുക. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു ഫ്രൈയിങ് പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഓരോന്നും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പാറ്റീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസ് തയ്യാറാക്കാം. അതിന് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ്ക്ക്
2-2.5 ടീസ്പൂണോ ടൊമാറ്റോ സോസ് മിക്സ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഇനി ബർഗർ ബണ്ണ് എടുത്തിട്ട് ഈ സോസ് ആദ്യം ബണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിലും മാത്രമായിട്ടും ചെയ്യാം, മയോണൈസ് ഇല്ലാതെ. പിന്നെ നമ്മൾ ലെറ്റൂസ് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് തക്കാളി, അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാറ്റീസ് വെക്കുക. ഇനി ഒരു ചീസിൻ്റെ ഷീറ്റ് വെക്കുക. പിന്നെ ബണ്ണിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ട് അതിന്മേലും സോസ് തേക്കുക. പോരാതിരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.